ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ കോട്ടയം ജില്ല. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ആരംഭിച്ചു. കോട്ടയം, ഏറ്റുമാനൂർ, പാലാ, പുതുപ്പള്ളി, കടുത്തുരുത്തി, വൈക്കം, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി എന്നിവയാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം കർശനമായി നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അറിയിച്ചു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നിയന്ത്രണങ്ങൾ നിരീക്ഷിക്കാൻ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ആയുധം കൈവശം വെക്കുന്നത് നിരോധിച്ച് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ മജിസ്ട്രേറ്റുമായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഏതെങ്കിലും തരത്തിലുള്ള തോക്കുകൾ, വാളുകൾ, മറ്റായുധങ്ങൾ തുടങ്ങിയവ കൈവശം വെക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപുള്ള ദിവസം വരെ പ്രാബല്യത്തിലുണ്ടാകും. വിലക്ക് ലംഘിക്കുന്നവർ BNS 223 പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. ക്യാഷ് ചെസ്റ്റുകൾ സൂക്ഷിക്കുന്നതിനാൽ സുരക്ഷ ആവശ്യമുള്ള ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകൾക്കും തോക്കുപയോഗിച്ച് കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ദേശീയ റൈഫിൾസ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കായിക താരങ്ങൾക്കും ഈ വിലക്ക് ബാധകമല്ല. ഇവർ നിരോധനത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങണം. നിയമപ്രകാരവും ആചാരപ്രകാരവും ആയുധങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതിയുള്ള വിഭാഗങ്ങൾക്കും വിലക്ക് ബാധകമല്ല. ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് MCMC കൺട്രോൾ റൂം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനാണ് സംയോജിത കൺട്രോൾ റൂം തുറന്നത്. ജില്ലയിലെ മുഴുവൻ വരണാധികാരികളുടെയും ഉപവരണാധികാരികളുടെയും ഓഫീസുകളുടെ CCTV മോണിറ്ററിംഗ് കൺട്രോൾ റൂമിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിലെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളുടെ പ്രവർത്തനവും ഇവിടെ കാണാം. GPS ട്രാക്കിംഗും പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതി കൈകാര്യം ചെയ്യുന്ന C-വിജിൽ ആപ്ലിക്കേഷന്റെ മേൽനോട്ടവും ഈ കൺട്രോൾ റൂമിൽ വിലയിരുത്താവുന്നതാണ്. 2 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറുമുള്ള നിരീക്ഷണ സംവിധാനമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ കീഴിലുള്ള കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോളിക് മോഡലിംഗ് എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല നടത്തി. 3 ദിവസം നടന്ന ശില്പശാലയുടെ സമാപന സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് MC ദത്തൻ മുഖ്യാതിഥിയായി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയൽ, നഗരങ്ങളിലെ വെള്ളപ്പൊക്കം ലഘൂകരിക്കൽ തുടങ്ങിയ മേഖലകളിൽ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രായോഗിക പരിശീലനം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ സാമഗ്രികൾ അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ എല്ലാ പ്രിന്റിംഗ് പ്രസ് ഉടമകളും പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. പ്രചരണ സാമഗ്രികൾ പ്രസാധകൻ, പ്രസ് ഉടമ എന്നിവരുടെ പേരും വിലാസവും അച്ചടിച്ചിരിക്കണം. ആകെ എത്ര കോപ്പികൾ അച്ചടിച്ചു, ഈടാക്കിയ തുക എത്ര തുടങ്ങിയ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഫോറം അപ്പൻഡിക്സ് Bയിൽ രേഖപ്പെടുത്തി ഒപ്പുവെച്ച് അച്ചടിച്ച തീയതി മുതൽ 3 ദിവസത്തിനുള്ളിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. പ്രചരണ സാമഗ്രികളുടെയും പ്രസാധകന്റെ സത്യപ്രസ്താവനയുടെയും 4 പകർപ്പുകളും ഇതിനൊപ്പം നൽകണം. ഈ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് 6 മാസം വരെ തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടി ഉൾപ്പെടുന്ന ശിക്ഷയോ ലഭിക്കും. ലൈസൻസ് റദ്ദു ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പും വടവാതൂർ ജവഹർ നവോദയ വിദ്യാലയവും ചേർന്ന് തയ്യാറാക്കിയ ഇൻസ്റ്റലേഷൻ കളക്ടറേറ്റ് വളപ്പിൽ അനാച്ഛാദനം ചെയ്തു. വോട്ടവകാശം സൂചിപ്പിക്കുന്ന വിരൽ, പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ പ്രക്രിയയായ ആൾവലയം എന്നിവ ചേർന്ന ഇൻസ്റ്റലേഷൻ ജവഹർ നവോദയ സ്കൂളിലെ കലാ അധ്യാപകനായ KV രാജേഷാണ് രൂപകൽപ്പന ചെയ്തത്. സിമന്റിൽ തീർത്ത രൂപം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിലനിർത്തുന്ന രീതിയിൽ സ്ഥിരമായാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. ജില്ലയിലെ ശാന്തിഭവനിലെ മാതാപിതാക്കളോടൊപ്പം ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥരും ശാന്തിഭവനിലെ താമസക്കാരും സ്നേഹവിരുന്നിൽ പങ്കാളികളായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.